യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദി ലോർഡ്. ക്ഷേമ ഇസ്രായേലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദൈവേഷ്ടത്തിന് അനുസൃതമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ വചനം ശ്രവിച്ച് നാം അതിനെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. ഇന്ന് പലപ്പോഴും നമുക്കതിന് സാധ്യമാകാതെ പോകുന്നത് ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിലേക്ക് നാം വീണു പോകുന്നത് കൊണ്ടാണ്. വചനം ശ്രവിക്കുമ്പോഴുണ്ടാകുന്ന ഒരു വിരസത അത് തികച്ചും മാനുഷികമാണ്. എങ്കിലും അതിനെ അതിജീവിക്കുവാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. വചനം സ്വീകരിച്ച് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നത്. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുവാനായി കടന്നു വരുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ അനീഷ് മുണ്ടിയാനിക്കലാണ്. അച്ഛനിലൂടെ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, ഈ ദിവസം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വചനം നമുക്ക് ശ്രവിക്കാം. നമ്മുടെ ജീവിതത്തെ ആവശ്യമായ രീതിയിൽ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ക്രമീകരിച്ച് ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കുവാൻ തീരുമാനമെടുക്കാം. ഈ വചനം കേൾക്കുമ്പോൾ വചനം കേൾക്കുന്നവർ മാത്രമാകാതെ വചനത്തിനനുസരിച്ച് ജീവിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സുവിശേഷ ഭാഗമാണ്. പ്രത്യേകമായി നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം കേട്ടിരിക്കാവുന്ന ഒരു വചന ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം. വിതക്കാരൻ്റെ ഉപമയും അതിൻ്റെ വിശദീകരണവും ഈശോ നൽകുന്നത് ഈ ഒരു ഉപമയിലൂടെ, ഈ ഒരു അധ്യായത്തിലാണ്. വിതക്കാരൻ്റെ ഉപമയും അതിൻ്റെ വിശദീകരണത്തിനുമിടയിൽ ഒരു സാൻഡ്വിച്ച് പോലെ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും മധ്യഭാഗത്ത് ഈശോ ഒരു വലിയ വചനം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അന്ധർക്ക് സൗഖ്യവും ബധിരർക്ക് കേൾവിയും ബന്ധിക്കപ്പെട്ടവർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാനാണ്. കർത്താവിൻ്റെ വചനം കേൾക്കുകയും അത് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അന്നും ഇന്നും എന്നും നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ദൈവാനുഗ്രഹത്തിലേക്ക് കടന്നു വരുവാനുള്ള ചില വഴികളിലൂടെ കടന്നു വരുന്നവർക്കാണ് ദൈവാനുഗ്രഹം സ്വന്തമാക്കാൻ സാധിക്കുക. അതാണ് മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 14-ാമത്തെ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. യെശയ്യായുടെ പ്രവചനം അവരിൽ പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും കേൾക്കും, എന്നാൽ മനസ്സിലാക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും, എന്നാൽ ഗ്രഹിക്കുകയില്ല. വീണ്ടും 15-ാമത്തെ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു. അവർ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. കഠിന ഹൃദയമായി പോയവരുടെ ജീവിതം എങ്ങനെയാണെന്നാണ് കർത്താവ് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഇതൊരു പരിശോധിക്കാനുള്ള അവസരമാണ്. എൻ്റെ ഹൃദയം കഠിനമാണോ? ഈശോ പറയുന്ന വിതക്കാരൻ്റെ ഉപമയിൽ
ചില വിത്തുകൾ വഴിയരികിൽ വീണതായിട്ട് കർത്താവ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വിതക്കാരൻ നല്ല ഒന്നാം തരം വിതക്കാരനാണ്, വിതയ്ക്കാൻ അറിയുന്നവൻ. പക്ഷേ അവൻ എറിഞ്ഞ വിത്തുകൾ ചിലത് വീണത് വഴി അരികിലാണ്. വചനം പഠിപ്പിക്കുന്നു, വഴിയരികിൽ വീണ വിത്ത് അത് പക്ഷികൾ കൊത്തിപ്പിറക്കി കൊണ്ടുപോയി. അതുകൊണ്ട് അവയ്ക്ക് മുളയ്ക്കാനോ വളരാനോ ഒന്നിനും സാധിച്ചില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം 4 കാര്യങ്ങളാണ്. 1, ദൈവവചനം കണ്ണുകൊണ്ട് കാണണം. എങ്ങനെയാണ് ദൈവവചനം കണ്ണുകൊണ്ട് കാണാൻ പറ്റുക? ദൈവത്തിൻ്റെ വചനം കണ്ണുകൊണ്ട് കാണുന്നത് ദൈവം ചെയ്തിരിക്കുന്ന പ്രവൃത്തികളെ കണ്ട് അത് വിശ്വസിക്കുക എന്നുള്ളതാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. ദൈവാനുഭവം ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ അനുഭവിച്ചവരാണ് നമ്മൾ. ഇന്ന് ഈ ഒരു നിമിഷം ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും സ്വീകരിച്ച നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അതുമല്ലാതെ മറ്റുള്ളവരുടെ ജീവിതം നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവിക വഴികളിലൂടെ നടക്കുകയും ചരിക്കുകയും ചെയ്യുന്നവർ വചനം കേട്ട് അതനുസരിച്ച് മുന്നോട്ട് പോയി ദൈവാനുഗ്രഹം പ്രാപിച്ച അനേകരുടെ സാക്ഷ്യങ്ങളും ജീവിതങ്ങളുമൊക്കെ നമുക്ക് ദൈവവചനത്തിൻ്റെ കാണാൻ പറ്റുന്ന നേർക്കാഴ്ചകളാണ്. ദൈവവചനം കാണാൻ പറ്റും, ദൈവത്തിൻ്റെ വചനം കണ്ണുകൊണ്ട് കാണുവാൻ പറ്റും, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. നമ്മൾ വസിക്കുന്ന ഈ മനോഹരമായ പ്രപഞ്ചം, ഈ ഭൂമിയിൽ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ നോക്കി വിശുദ്ധ ഫ്രാൻസിസ് അസീസി നന്ദി പറഞ്ഞതുപോലെ, ദൈവത്തെ കണ്ടതുപോലെ നക്ഷത്രങ്ങളെ നോക്കി, ചന്ദ്രനെ നോക്കി വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യമതി ദൈവത്തെ കണ്ടതുപോലെ ഈ പ്രകൃതിയിലേക്ക് നോക്കി ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ പ്രപഞ്ചം ഇത്രമാത്രം വിസ്തൃതമായതും ഈ പ്രപഞ്ചം ഇത്രമാത്രം നിഗൂഢതകളുള്ളതുമാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവിക ശക്തി എത്രമാത്രം വലുതാണെന്ന് തിരിച്ചറിയുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അങ്ങനെ ഈ ലോകത്തിലേക്ക് നോക്കി, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. ചിലരെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സഹോദരി ഒരിക്കലും വന്ന് പറഞ്ഞ ഒരു ഉദാഹരണം, അവരുടെ വീട്ടിൽ 6 പേരുണ്ട്. 5 പേരും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും കുടുംബത്തിലെ നല്ല ജീവിതമൊക്കെ നയിക്കുന്നതാണ്. പക്ഷേ ഒരാൾ മാത്രം ഇതിനെല്ലാം വിമർശിച്ച് കടന്നു പോകുന്ന ഒരു വ്യക്തിയുണ്ട്. എല്ലാത്തിനെയും വിമർശിക്കുന്നു, ദൈവവചന പ്രഘോഷണത്തെ വിമർശിക്കുന്നു, സഭയിലുള്ള ഓരോ വൈദികരെയും സന്യസ്തരെയും വചനപ്രഘോഷണം നടത്തുന്ന അൽമാരെയും വിമർശിക്കുന്നു. എല്ലാത്തിനും കുറ്റങ്ങൾ മാത്രം കാണാൻ കഴിയുന്ന ചിലർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള വ്യക്തികൾ അവരോട് തന്നെ ക്ഷമിക്കാൻ പറ്റാത്തവരാണ്. ഈ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്. അദ്ദേഹം വൈകുന്നേരം വരെ വീട്ടിൽ ജോലികളൊക്കെ ചെയ്ത് വൈകുന്നേരമാകുമ്പോൾ ടൗണിലേക്ക് ഇറങ്ങി അല്പം മദ്യപിച്ച് കൂട്ടുകാരോടൊത്തിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവിടെ നിന്ന് കുറേ കുറ്റങ്ങളും കുറവുകളുമൊക്കെ കേട്ട് സഭയെക്കുറിച്ചും വൈദികരെക്കുറിച്ചും അതുപോലെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ കുറ്റങ്ങൾ കേട്ട് അതിൻ്റെ അഭിപ്രായം പറഞ്ഞ് ഇനി അത് വീട്ടിൽ വന്ന് മക്കളുടെയും ഭാര്യയുടെയും മുമ്പിൽ അവതരിപ്പിച്ച് എല്ലാത്തിലും കുറ്റം കാണുന്ന ഒരു വ്യക്തി. ആ വ്യക്തി പാപങ്ങളുടെയും കുറവുകളുടെയും കുറ്റങ്ങളുടെയും ഒരു കൂമ്പാരമാണ്. തന്നോട് തന്നെ ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അത് പുറത്തു കൊണ്ടുവന്ന് അത് കാണിച്ച് ഞാനും അത് ഇതുപോലൊക്കെ ഉള്ളൂ, അവരൊക്കെ വലിയ പാപികളാണ്, അപ്പോൾ ഞാൻ ചെയ്യുന്ന പാപം വലിയ പാപമൊന്നുമല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന വ്യക്തികൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ ലോകത്തിലുണ്ട്. അവരൊന്നും ദൈവത്തെ കാണാൻ പറ്റാത്തവരാണ്. ഈ ലോകത്ത് ഉള്ള പ്രവൃത്തികളിലൂടെയും ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളിലൂടെയും ദൈവത്തെ കണ്ടെത്താൻ പറ്റാത്തവരാണ്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും മാനസാന്തരത്തിലേക്കും ദൈവാനുഭവത്തിലേക്കും കടന്നു വരാൻ പറ്റില്ലെന്ന് ഈശോ ഈ വചനത്തിലൂടെ നമുക്ക് സന്ദേശം നൽകുന്നുണ്ട്. 2, ഈശോ പഠിപ്പിക്കുന്നു, വചനം കാതുകൊണ്ട് കേൾക്കണം. കാതുകൊണ്ട് വചനം കേൾക്കണം. വചനത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ടാക്കാൻ സാധിക്കും. ദൈവവചനം വായിക്കാനും അതുപോലെ തന്നെ ദൈവവചനം ധ്യാനിക്കുവാനും ദൈവവചനം കേൾക്കുവാനും ഒക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും സമയം കണ്ടെത്തണം. അടുത്തിടെ ധ്യാനത്തിന് കൂടി കടന്നുപോയ ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരു മനുഷ്യൻ പറഞ്ഞ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹം ധ്യാനം കൂടാൻ വന്നത് വലിയ ഒരു അനുഭവമായിട്ടാണ്. 2.5 വർഷം മുമ്പ് അദ്ദേഹം നല്ലൊരു മനുഷ്യൻ തന്നെ ആയിരുന്നു. പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, പക്ഷേ അത്യാവശ്യം പാർട്ടികളിലും മറ്റ് പരിപാടികളൊക്കെ പോകും. അതുകൊണ്ട് അങ്ങനെ വലിയ ദൈവവിശ്വാസമൊന്നുമില്ല, ആഴമായ വിശ്വാസമൊന്നുമില്ല, ബൈബിൾ വായിക്കുന്ന സ്വഭാവമില്ല, വചനം കേൾക്കുന്ന സ്വഭാവമില്ല, TV കാണും, സിനിമ കാണും, സീരിയലുകൾ കാണും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ദുബായിൽ ബിസിനസ് നടത്തുന്ന ഒരു മനുഷ്യൻ. 2.5 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞും
ഒരു ഓപ്പറേഷന് വേണ്ടി കേരളത്തിലേക്ക് പോകുന്ന സമയം അദ്ദേഹം പറയുകയാണ്, ആദ്യ ദിവസം ഞാൻ മദ്യപിച്ചിട്ട് വന്ന് കിടന്നുറങ്ങാൻ നോക്കി, പക്ഷെ ഉറക്കം വരുന്നില്ല. എൻ്റെ വീട്ടിലേക്ക് കയറാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അവസാനം ഞാൻ എങ്ങനെയോ ഉറങ്ങി, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉറങ്ങി. രണ്ടാമത്തെ ദിവസമായപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹം പോലും എനിക്കില്ല. കാരണം എൻ്റെ ഭാര്യയും മകളും അവിടെ ഇല്ല. എൻ്റെ വീട്ടിലേക്ക് എനിക്കിനി എന്തിന് തിരിച്ചു പോകണം? അതുകൊണ്ട് അദ്ദേഹം വീട്ടിൽ ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് വീടിനുള്ളിൽ കയറി. എങ്ങനെ ഉറങ്ങാൻ സാധിക്കും? ഉറങ്ങാൻ പറ്റുന്നില്ല. അദ്ദേഹം ടി വി ഓൺ ചെയ്ത് വെച്ചു. സാധാരണ ടി വി ഓൺ ചെയ്ത് വെച്ച് ഉറങ്ങുന്ന ശീലമുണ്ട്. പക്ഷേ ടി വി ഓൺ ചെയ്ത് വെച്ചിട്ട് ഉറക്കം വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ അസ്വസ്ഥതകൾ, എന്തൊക്കെയോ വലിയ അസ്വസ്ഥതകൾ നിറയുന്നു, ആകുലതകൾ നിറയുന്നു. ഉറങ്ങാൻ വരുന്നില്ല. അങ്ങനെ 2-3 ദിവസം ഉറങ്ങാതെ ഇരുന്നപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ ഒത്തിരിയേറെ പ്രാർത്ഥനയിലും ദൈവകൃപയിലുമൊക്കെ നിൽക്കുന്ന ഒരു മനുഷ്യനെ വിളിച്ചിട്ട് ചോദിച്ചു, സഹോദര, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ഒരു ചാനൽ, ഒരു വെബ് റേഡിയോ ചാനൽ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലോ ലാപ്ടോപ്പിലോ ഈ വെബ് ചാനൽ തുറക്കുക, അതിനകത്ത് ഉറങ്ങാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അദ്ദേഹം ആ വെബ് ചാനൽ തുറന്നപ്പോൾ ഒരച്ഛൻ വചനപ്രഘോഷണം നടത്തുന്ന ഒരു കാര്യമാണ് അദ്ദേഹം കേൾക്കുന്നത്. ആദ്യമൊന്നും വലിയ താല്പര്യമൊന്നും തോന്നിയില്ലെങ്കിലും അദ്ദേഹം ഏകദേശം 1/4 മണിക്കൂറോളം ആ വചനപ്രഘോഷണം കേട്ടു. അതിനുശേഷം എപ്പോഴോ ഉറങ്ങിപ്പോയി എന്നാണ് ഈ മകൻ പറഞ്ഞത്. പിന്നീട് പിറ്റേ ദിവസവും അദ്ദേഹം ഈ ഒരു കാര്യം ഏറ്റെടുത്തു. അങ്ങനെ മെല്ലെ മെല്ലെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും മദ്യപാനവും അതുപോലെ തന്നെ സുഖഭോഗങ്ങളും പുകവലിയും ടി വി കാണുന്ന ശീലവും ഒക്കെ മാറിപ്പോയി. ജീവിത പങ്കാളി തിരിച്ചു വരുമ്പോഴേക്കും 1 മാസം കഴിയുമ്പോൾ ഇദ്ദേഹം മറ്റൊരു അടിമത്തത്തിലേക്ക് കടന്നു വന്നിരുന്നു. ദൈവവചനത്തിൻ്റെ യഥാർത്ഥ ശിഷ്യനായി ഈ മകൻ മാറിയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, ആദ്യമായിട്ടൊരു ധ്യാനം കൂടുവാനായിട്ട് ഇവിടെ കടന്നു വന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ആളുകളുടെ മുമ്പിൽ വെച്ച് വലിയ ഉച്ചത്തിൽ സാക്ഷ്യം വിളിച്ച് പറയുകയാണ്, ഇന്ന് ഞാൻ എല്ലാറ്റിനേക്കാളും ഉപരിയായി എൻ്റെ ബൈബിളിനെ, എൻ്റെ വചനത്തെ, ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ പ്രേമിക്കുന്നു. ഞാൻ സ്നേഹിക്കുകയല്ല, ഞാൻ ദൈവവചനത്തെ പ്രേമിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം യഥാർത്ഥത്തിൽ കേട്ട് അതിൻ്റെ ശക്തി മനസ്സിലാക്കിയവർക്ക് വചനത്തെ സ്നേഹിക്കാനല്ല സാധിക്കുക, വചനത്തെ പ്രേമിക്കുവാനുള്ള വലിയ ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ടാകും. ഈ മനുഷ്യൻ പറയുകയാണ്, അച്ഛാ, ഉറക്കമില്ലാത്തവർക്കും തകർച്ചയുള്ളവർക്കും ബുദ്ധിമുട്ടുകളിലും ബന്ധനങ്ങളിൽപ്പെട്ടവർക്കും രോഗികളായവർക്കുമൊക്കെ ദൈവത്തിൻ്റെ വചനം വലിയ ആശ്വാസമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയും വേദനകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും ആകുലതകളിലൂടെയും ഒക്കെയാണ് കടന്നു പോകുന്നതെങ്കിൽ ദൈവവചനം കേൾക്കുവാൻ അവസരം കൊടുക്കുക. നിൻ്റെ ദൈവവചനം കേൾക്കുവാൻ നിൻ്റെ ചെവികൾക്ക് അവസരം കൊടുക്കുക. ഈ ലോകത്തിൻ്റെ പ്രവണതകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് മോശമായ കാര്യങ്ങൾ, ഒരുപാട് തിന്മയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഒരല്പസമയം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് മാറ്റിവെക്കണം, ദൈവം പ്രവർത്തിക്കണമെങ്കിൽ. മൂന്നാമത്തെ കാര്യം വചനം പഠിപ്പിക്കുന്നത് ഹൃദയം കൊണ്ട് മനസ്സിലാക്കുക. വചനം കാണുകയും കേൾക്കുകയും മാത്രം ചെയ്താൽ പോരാ, ഹൃദയത്തിലേക്ക് വചനം ഇറങ്ങിച്ചെല്ലണം. എന്ന് പറഞ്ഞാൽ, ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ആ വചനമനുസരിച്ച് ജീവിതത്തിൽ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുക. ദൈവവചനം കാണുകയും കേൾക്കുകയും ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ പരിവർത്തനത്തിന് വേണ്ട തീരുമാനങ്ങൾ എടുക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ വചനവും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു വലിയ സന്ദേശം ആ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആവശ്യമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുക, അതാണ് ഹൃദയത്തിലേക്ക് പോകുന്ന വചനം. ഹൃദയത്തിലേക്ക് പോകാത്ത വചനം ഒരു ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുകയില്ല. അതുകൊണ്ടാണ് ഈശോ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്, കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും അതിനുശേഷം മാനസാന്തരപ്പെടുകയും ചെയ്യാതെ ഇരിക്കുവാൻ അത് അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. ഇനി മാനസാന്തരത്തിലേക്ക് കടന്നു വരണം. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് മാനസാന്തരം നിൻ്റെ ജീവിതത്തിൽ ആരംഭിക്കുമ്പോഴാണ്. ദൈവവചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള തീരുമാനമാണ് മാനസാന്തരം. ഒരു പക്ഷേ തീരുമാനമെടുക്കാനേ നിനക്ക് സാധിക്കൂ. നിൻ്റെ ജീവിതത്തിൽ പ്രവൃത്തിയിൽ വരുത്തുവാനായിട്ട് നീ പലതവണ പരാജയപ്പെട്ടിട്ടുണ്ടാവാം. ഓരോ ധ്യാനം കൂടുമ്പോഴും ഓരോ വചന പ്രഘോഷണം കേൾക്കുമ്പോഴും ഒരുപാട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നിനക്ക് പറ്റിയിട്ടുണ്ടാവാം. എന്നിട്ട് ആ തീരുമാനങ്ങളുടെ വഴിയെ ഒരല്പമെങ്കിലും പോകാൻ സാധിച്ചാൽ ദൈവം കണക്കാക്കുന്നത് അത് മാനസാന്തരമായിട്ടാണ്. അതിന് പ്രതിഫലം ദൈവം അടയാളമായിട്ട് തരും. ദൈവവചനം അപ്പസ്തലന്മാർ പ്രഘോഷിച്ച സ്ഥലങ്ങളിലൊക്കെ ദൈവം ആ
വചനപ്രഘോഷണത്തെ അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി സ്ഥിരീകരിച്ചുവെന്ന് മർക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവചനം കണ്ട് കേട്ട് ഹൃദയത്തിൽ ഏറ്റെടുത്ത് മാനസാന്തരത്തിന് വേണ്ടി തീരുമാനമെടുത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ആ പ്രവൃത്തി, നിങ്ങളെടുത്ത തീരുമാനത്തെ കണ്ടു എന്നതിന് തെളിവായിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുക തന്നെ ചെയ്യും. ആ അത്ഭുതങ്ങളിൽ നിന്നും അടയാളങ്ങളിൽ നിന്നും വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് എനിക്കും നിങ്ങൾക്കും വളരാൻ സാധിക്കണം. അതുമാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകൾ തുറക്കാം, നമ്മുടെ കാതുകൾ തുറക്കാം, നമ്മുടെ ഹൃദയം തുറക്കാം. അങ്ങനെ നമ്മൾ മാനസാന്തരത്തിലേക്ക് നടക്കുന്നവരാകട്ടെ. കണ്ണുകൾ അടച്ചു പിടിച്ച് നടക്കുന്നത്, കണ്ണടച്ച് ഇരുട്ടാക്കുന്നത്, കണ്ണടച്ച് ഈ ലോകത്ത് നടക്കുന്ന ദൈവിക പ്രവൃത്തികളൊന്നും കാണാതെ നടന്നു പോകുന്നത് മണ്ടത്തരമായി മാറും. ഒരുപാട് ദൈവാനുഭവങ്ങൾ അനേകർക്ക് ലഭിക്കുന്നുണ്ട്. ഒരുപാട് ദൈവിക കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. അതൊക്കെ കാണാനുള്ള കണ്ണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. 2, ദൈവാനുഭവവും ദൈവവചനവും കേൾക്കുവാനും ആ കേൾവിയിൽ നിന്നും അത് ഹൃദയത്തിൻ്റെ തലങ്ങളിലേക്ക് എത്തി വിശ്വാസമായി, ആഴമുള്ള വിശ്വാസമായി, മാനസാന്തരമായി മാറുവാനും അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് വലിയ ശക്തിയോടെ നിങ്ങളുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കട്ടെ. മാനസാന്തരങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്കും ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നമുക്ക് മുട്ടുമടക്കാം. കർത്താവിൻ്റെ കൃപയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ദൈവമേ, ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, യേശുവേ. കരങ്ങൾ വീശി ആരാധന, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിലെ ഈശോയെ നമുക്ക് നോക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിൻ്റെ വചനം കേട്ടു. വചനത്തിൽ നമ്മൾ കേട്ട കാര്യം ദൈവവചനം സ്വീകരിക്കപ്പെടുവാനായി വേണ്ട യോഗ്യതകളാണ്. ദൈവം തൻ്റെ വചനത്തിലൂടെ എന്നും സംസാരിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ദൈവവചനം അത്ഭുതം പ്രവർത്തിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവവചനത്തിന് വേണ്ടി നമ്മുടെ ഹൃദയം പൂർണ്ണമായി തുറന്നു കൊടുക്കണം. വചനം സ്വീകരിക്കണം. സ്വീകരിക്കപ്പെടാത്തിടത്ത് അനുഗ്രഹം ലഭിക്കുന്നില്ല എന്ന് നമ്മൾ കണ്ടു. ഹൃദയത്തിൻ്റെ തുറവില്ലാത്ത മക്കൾ നമ്മുടെ കുടുംബങ്ങളിലും നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിലുമൊക്കെ ഉണ്ട്. വചനത്തോട് തിരസ്കരണം കാണിക്കുന്നവർ, വചനത്തെ എതിർക്കുന്നവർ, വചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവർ, വചനം കേൾക്കാൻ പോലും കൂട്ടാക്കാത്തവർ. പ്രിയപ്പെട്ടവരെ, ഇന്നും ദൈവവചനത്തിൻ്റെ ശക്തി അതുല്യമാണ്. ദൈവവചനത്തിൻ്റെ ശക്തി നമുക്കാർക്കും ചിന്തിക്കാൻ കഴിയാത്ത വിധം അത്രമാത്രം വലുതാണ്. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ദൈവവചനം സ്വീകരിക്കപ്പെടാത്തത് കൊണ്ട് അനുഗ്രഹം ലഭിക്കാതെ പോകുന്ന സാഹചര്യമാണ് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും ഒക്കെ ഉള്ളതെങ്കിൽ, അങ്ങനെയുള്ള വ്യക്തികളോ അങ്ങനെയുള്ള കുടുംബങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ കുടുംബങ്ങളെ ഹൃദയപൂർവ്വം കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി സ്വീകരിക്കുവാൻ ആ മക്കളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി ആ വ്യക്തികളെ ഈശോയുടെ നേരെ സമർപ്പിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിച്ച്, വചനം സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ മാറ്റമുണ്ടാകാത്ത കുടുംബങ്ങൾ, മാനസാന്തരം സംഭവിക്കാത്ത വ്യക്തികൾ, അത്ഭുതങ്ങൾ സംഭവിക്കാത്ത, ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും സ്വീകരിക്കാൻ പറ്റാത്ത വ്യക്തികൾ, അവരെയൊക്കെ ഇപ്പോൾ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവെല്ലാം കാണുന്നുണ്ട്. കർത്താവേ, അത്ഭുതം പ്രവർത്തിക്കുന്ന അങ്ങയുടെ വചനം, അടയാളങ്ങൾ സ്ഥിരീകരിക്കുന്ന അങ്ങയുടെ വചനം, മാറ്റമുണ്ടാക്കുന്ന അങ്ങയുടെ വചനം
ആ വചനം സ്വീകരിക്കാൻ പറ്റാത്ത മക്കളെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആരാധനയിലൂടെ, ഈ വചന ശുശ്രൂഷയിലൂടെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തി നമുക്ക് എളിമയോടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. ഈശോയെ, ആ മക്കളിലേക്ക് അങ്ങ് ഇറങ്ങി പ്രവർത്തിക്കണമേ. കർത്താവെ, അവർക്ക് എളിമപ്പെടുവാനുള്ള അവസരം കൊടുക്കണമേ. കർത്താവെ, സാവൂള് പൗലോസ് ആയതുപോലെ കർത്താവെ, അങ്ങയുടെ വചനത്തിന്റെ ശക്തി പ്രകടമാകുവാൻ ആ മക്കളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തോട് ചേർന്ന്, ഈ മക്കളോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഇരു കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം, കണ്ണുകൾ അടയ്ക്കാം. 2 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തവൻ ഇന്നും ഓരോ സക്രാരിയിലും അൾത്താരയിലും നമ്മുടെ കൂടെയുണ്ട്. കണ്ണുകളടച്ച് ഒരു നിമിഷം ഈശോയൊന്ന് മനസ്സിൽ ധ്യാനിച്ച് ഈശോയുടെ സാന്നിധ്യം ഒന്ന് തിരിച്ചറിഞ്ഞ്, നീ ഇരിക്കുന്നിടത്ത്, നീ ആയിരിക്കുന്നിടത്ത് ദൈവ സാന്നിധ്യമുണ്ട്, യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. അവൻ മരിച്ചവനല്ല, മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടവനാണ്. അവൻ ലോകാവസാനം വരെ നമ്മളുടെ കൂടെയുള്ളവനാണ്. ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഒരു നിമിഷം ദൈവവചനം സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഹൃദയം കഠിനമായി പോയ ആരെങ്കിലും നീ അറിയുന്ന നിൻ്റെ കുടുംബത്തിലോ നിൻ്റെ ജീവിതത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ ആ വ്യക്തികളൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ആ പാറകൾ, ഹൃദയത്തിൻ്റെ പാറകൾ, കാഠിന്യമേറിയ ഹൃദയം, അത് കർത്താവ് വചനത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെ, ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെ ആ പാറ പോലുള്ള ഹൃദയം തകർക്കട്ടെ. കർത്താവെ, വചനം പ്രവേശിക്കുവാൻ അങ്ങ് തന്നെ അവസരം ഒരുക്കണമേ. കർത്താവെ, ഈ മക്കളിപ്പോൾ പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ കൃപയൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസമുള്ള ഈ മക്കളോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. കർത്താവെ, വൈദികരായ ഞങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ഹൃദയങ്ങളിലേക്ക് ദൈവവചനം കടന്നു വരുവാൻ തടസ്സം നിൽക്കുന്ന അവരുടെ ദുശീലങ്ങളോ തഴക്കദോഷങ്ങളോ ബന്ധനാവസ്ഥകളോ തെറ്റായ ചിന്താരീതികളോ തെറ്റായ പ്രത്യയശാസ്ത്രങ്ങൾ വിശ്വസിക്കുന്നതോ ഒക്കെ കാരണമാകുന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ അവരെ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും പൗരോഹിത്യ അധികാരത്തോടെ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ വിശ്വാസത്തോട് ചേർന്ന് ഞങ്ങൾ ശാസിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും ദൂരെ മാറിപ്പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ഹൃദയങ്ങൾ പരിവർത്തനപ്പെടട്ടെ, മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ഈശോയെ, അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ആ മക്കൾക്ക് മാനസാന്തരം നൽകണമേ. സാവൂളിനെ പൗലോസാക്കിയ കർത്താവേ, അഗസ്റ്റിനെ വിശുദ്ധ അഗസ്തിനോസാക്കിയ കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ കുടുംബാംഗങ്ങളോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ കെട്ടുകളും ബന്ധനങ്ങളും അഴിയട്ടെ, മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കരങ്ങൾ യാചനാരൂപത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈശോയെ നോക്കി ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന, ഇന്നുമെന്നും